Hi, my dear students. Welcome to Mathematics Online Classes. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ ഒരു ചാപ്റ്റർ തുടങ്ങി, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അതിൽ ആദ്യത്തെ ടോപ്പിക് കണ്ടിന്യൂറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ എങ്ങനെ? ഫസ്റ്റ് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ഗ്രാഫ് വെച്ചിട്ട് ചെക്ക് ചെയ്യാം. ഗ്രാഫ് വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് പോകണം. മീൻസ് പേന അല്ലെങ്കിൽ പെൻസിൽ ഏത് വെച്ചാണ് വരയ്ക്കുന്നതെങ്കിൽ അത് ലിഫ്റ്റ് ചെയ്യാതെ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് എന്ത് ഫംഗ്ഷൻ ആയിട്ട് മാറും? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിട്ട് മാറും. എക്സാമ്പിൾസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെക്ക് ചെയ്തു. രണ്ടാമത്തെ മെത്തേഡാണ് ലിമിറ്റ്. ലിമിറ്റ് വെച്ചിട്ട് രണ്ട് കണ്ടീഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് പർട്ടിക്കുലർ പോയിന്റിൽ എങ്ങനെയാണ്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. രണ്ടാമത്തെ ഒരു കേസ് ഉണ്ട്, എന്താ? എൻഡയർ സെക്ഷൻ. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, എൻഡയർ സെക്ഷനിൽ എങ്ങനെയാണ് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. സംഭവം ഇപ്പൊ പറഞ്ഞ അതേതൊക്കെ തന്നെയാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സെക്ഷനിലുള്ള പോയിന്റ് കൺസിഡർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അതായത് നമ്മൾ ലിമിറ്റ് നോർമൽ കേസിൽ എങ്ങനെയാണോ ചെക്ക് ചെയ്യുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, അതേപോലെ തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. പക്ഷെ എന്ത് ചെയ്യണം? കുറച്ച് വാല്യൂസ് എക്സ്ട്രാ കൺസിഡർ ചെയ്യേണ്ടി വരും. ഒരൊറ്റ പോയിന്റ് എടുക്കാതെ ഒന്ന് രണ്ട് പോയിന്റ്സ് എന്ത് ചെയ്യേണ്ടി വരും? ചെക്ക് ചെയ്യേണ്ടി വരും. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പോയിന്റിൽ നിർത്താതെ എൻഡയർ സെക്ഷൻ നോക്കാൻ പോവാണ്. അത് നമുക്ക് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് തന്നെ നോക്കാം. അത് ഏത് ക്വസ്റ്റ്യൻ എടുക്കാം? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. മോഡ് എക്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്, അത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. തൊട്ട് മുമ്പത്തെ കേസിലാണെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് നോക്കിയത്. ഇവിടെ അങ്ങനെയല്ല നോക്കുന്നത്, എൻഡയർ സെക്ഷൻ ആണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. എങ്ങനെ എടുക്കാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്ലസ് എക്സ് എപ്പോഴാ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദെൻ മൈനസ് എക്സ് എപ്പോഴാ? എക്സ് ഗ്രേറ്റർ അല്ലെ, സിമ്പിൾ തിരിഞ്ഞു, ലെസ് ദാൻ 0. അപ്പോ എക്സ് എന്ന് പറയുന്നത് 0യേക്കാൾ കൂടുതലോ 0ക്ക് ഈക്വലോ ആണെങ്കിൽ പ്ലസ് എക്സ് എടുക്കുക, നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നതെങ്കിൽ മൈനസ് എക്സ് എടുക്കുക. ഇതില് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് എപ്പോഴാ? അറ്റ് എക്സ് ഈക്വൽ ടു 0. നമ്മളത് പഠിച്ചു കഴിഞ്ഞതാ അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ചെയ്ത് നോക്കിയതാണ്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഒരു പോയിന്റ് കണ്ടിന്യൂസ് ആണ്. ഇനി എഫ് ഓഫ് എക്സ് 0യിൽ മാത്രമല്ല ഡിഫൈൻ ചെയ്തേക്കുന്നത്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സിലും ഉണ്ട്, നെഗറ്റീവ് റിയൽ നമ്പേഴ്സിലും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ കേസസ് കൺസിഡർ ചെയ്യണം. അപ്പൊ ഇത് ഫസ്റ്റ് കേസ് ആയിട്ട് തന്നെ നോക്കിക്കോളാം. എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0യിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. എക്സാമിന് ചോദിച്ചാൽ അത് എന്ത് ചെയ്യുക? ഒന്നും കൂടെ എഴുതുക. ഇനി രണ്ടാമത്തെ കേസിലോട്ട് പോവാണ്. എക്സ് ഒരു എന്താണ്? എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുന്നത്. എക്സിന്റെ വാല്യൂ എന്താണ്? പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് ആണ്. ലെറ്റ് സി ബി എനി പോസിറ്റീവ് നമ്പർ. അങ്ങനെ തന്നെ എടുത്തോ, എനി പോസിറ്റീവ് നമ്പർ. അപ്പൊ ഞാൻ സി എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുകയാണ്. ഒരു കോമൺ എന്താണ്? ഒരു സിംഗിൾ നമ്പറിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? ഒരു വേരിയബിൾ കൊടുത്തു. അപ്പൊ സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഏത് പോസിറ്റീവ് വാല്യൂ ആണെങ്കിലും വന്നൂടെ. അപ്പൊ ഞാൻ എങ്ങനെ എടുക്കാണ്? സി എന്ന് പറയുന്നത് ഏതോ ഒരു പോസിറ്റീവ് നമ്പർ ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? നമ്മൾ മുമ്പേ പഠിച്ചിരുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി വരുമെന്ന് നോക്കാം. സിക്ക് ഏത് പോസിറ്റീവ് വാല്യൂ വേണമെങ്കിലും വരാം. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ക്ലിയർ ആവും? 0 ഓൾറെഡി ക്ലിയർ ആണ്. പിന്നെ റൈറ്റ് സൈഡിൽ വരുന്ന എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് ഞാൻ സി എന്ന് എടുത്തത്. ഒരു പർട്ടിക്കുലർ നമ്പർ എടുക്കുന്നതിന് പകരം സി എന്ന വേരിയബിൾ എടുത്തു. സി ആയിട്ട് ഏത് പോസിറ്റീവ് നമ്പർ വേണമെങ്കിലും വരാം. ഇനി എങ്ങനെ ചെക്ക് ചെയ്യാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സി എന്തായിരിക്കും? സി ആയിരിക്കും. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ്. എക്സ് ടെൻസ് ടു സി ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സിന്റെ അടുത്ത് സി കൊടുത്തൂടെ? അപ്പൊ എഫ് ഓഫ് സിയും സി കിട്ടി. എഫ് ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സും എന്ത് കിട്ടി? സി കിട്ടി. therefore നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി.
അപ്പോ ഇവിടെ നമ്മൾ സി എന്നെടുത്തേക്കുന്നത് എന്താണ്? ഏതോ ഒരു പോസിറ്റീവ് നമ്പർ ആണ്. അപ്പൊ എല്ലാ പോസിറ്റീവ് നമ്പറിലും ഈ കണ്ടീഷൻ ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? സീറോയിൽ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്ന പോസിറ്റീവ് നമ്പർ ആണ്. അപ്പൊ പോസിറ്റീവ് നമ്പറിലും ഇതെന്തായിട്ട് മാറി? കണ്ടിന്യൂസ് ആയിട്ട് മാറി. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഇൻ ഓൾ പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പോ എല്ലാ പോസിറ്റീവ് നമ്പേഴ്സിലും ഇതെന്തായിട്ട് മാറി? കണ്ടിന്യൂസ് ആയിട്ട് മാറി. അപ്പൊ സീറോയിൽ കണ്ടിന്യൂസ് ആണ്, പോസിറ്റീവ് നമ്പേഴ്സിൽ കണ്ടിന്യൂസ് ആണ്. ഇനി ഏതിലും കൂടെ കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കണം? നെഗറ്റീവ് നമ്പറിലും കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കണം. അപ്പൊ ഇവിടെ പ്ലസ് പോസിറ്റീവ് എന്നുള്ളത് ഞാൻ മൈനസ് ആക്കി. തേർഡ് കേസ് ആണ്. ഇതിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. എക്സിന്റെ വാല്യൂ എന്താണ്? ഒരു നെഗറ്റീവ് വാല്യൂ എടുക്കുന്നു. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് അല്ലേ? നെഗറ്റീവ് വാല്യൂ വന്നാൽ എഫ് ഓഫ് എക്സ് എന്താണ്? മൈനസ് എക്സ്. ലെറ്റ് സി ബി എനി പോസിറ്റീവ് എന്നുള്ളത് എന്താക്കുന്നു? നെഗറ്റീവ്. ലെറ്റ് സി ബി എനി നെഗറ്റീവ് നമ്പർ. ഓക്കെ, എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യണം? ഈ ഒരു കണ്ടീഷൻ പ്രൂവ് ചെയ്യണം. നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ഇവിടെ എന്താ? മൈനസ് എക്സ് അല്ലേ? അങ്ങനെ എഫ് ഓഫ് സി എന്തായിരിക്കും? മൈനസ് സി. ശരിയാണോ? ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ്. ഇവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന്റെ അവിടെ മൈനസ് എക്സ്. അപ്പോ ഇനി എക്സ് കിടക്കുന്നിടത്ത് സി കൊടുത്താൽ ഇവിടെ എന്ത് കിട്ടും? മൈനസ് സി. അപ്പോ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് സി. എഫ് ഓഫ് സി എന്താ? മൈനസ് സി. അപ്പൊ അത് രണ്ടും എന്തായിട്ട് മാറി? ഈക്വൽ ആയിട്ട് മാറി. ശരിയല്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തെന്ന് വന്നു? എഫ് ഓഫ് സി. അപ്പൊ എന്ത് പറയാം? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഇൻ ഓൾ നെഗറ്റീവ് നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് ആകുമ്പോ ഏത് വരാം? നെഗറ്റീവ് നമ്പേഴ്സ് വരാം, പോസിറ്റീവ് നമ്പേഴ്സ് വരാം, സീറോ വരാം. അപ്പൊ സീറോയിൽ ആദ്യം കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്തു, ദെൻ പോസിറ്റീവ് നമ്പറിലെല്ലാം കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്തു, പിന്നെ നെഗറ്റീവ് നമ്പറിലെല്ലാം കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്തു. അതിന് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൾ ഓവർ ദി ഡൊമൈൻ, ഓൾ ഓവർ ദി റിയൽ നമ്പേഴ്സ്. എല്ലാ റിയൽ നമ്പേഴ്സിലും ഇത് എന്തായിട്ട് മാറുന്നു? കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നു. ക്ലിയർ ആണോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. കൂടുതൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പർട്ടിക്കുലർ പോയിന്റിന് പകരം എന്റെ റീജിയൻ വരും. അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മൾ ആദ്യം സീറോ അത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അത് വെച്ചുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് എന്ന് എഴുതി. ഇനി പോസിറ്റീവ് നമ്പറിന്റെ ചെക്ക് ചെയ്ത് നോക്കി, അത് കണ്ടിന്യൂസ് ആയി. നെഗറ്റീവ് നമ്പറിന്റെ ചെക്ക് ചെയ്ത് നോക്കി, അതും കണ്ടിന്യൂസ് ആയി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. നിങ്ങൾ അതിന്റെ ഗ്രാഫ് കണ്ടിട്ടുണ്ട്. മോഡ് എക്സിന്റെ ഗ്രാഫ് കണ്ടിട്ടില്ലേ? അത് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ വരച്ചുകൂടെ? പഠിച്ചിട്ടുണ്ട്. ബി ഷേപ്പിൽ ഇതിന്റെ ഗ്രാഫ് വരച്ച് പഠിച്ചിട്ടില്ല? ഇങ്ങനെയല്ലേ പോകുന്നത്? നിങ്ങൾ ഈ ഗ്രാഫ് വരച്ചോടാ. ഇവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞതാ പേന ലിഫ്റ്റ് ചെയ്ത ഗ്രാഫ് വരച്ചില്ലേ? അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്തുകൂടെ? ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1. എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇത് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 8 എട്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ 8 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇതെങ്ങനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാം? സ്പ്ലിറ്റ് ആയൊന്നും പോയിട്ടില്ല. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ പോയിന്റിലും നമുക്ക് ചെക്ക് ചെയ്യണം. തൊട്ടു മുമ്പേ ചെയ്തത് എന്താണ്? ഒരു മോഡുലസ് ഫംഗ്ഷൻ ആണ്. മോഡുലസ് ഫംഗ്ഷൻ ആകുമ്പോൾ ഫംഗ്ഷൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട് അല്ലെ? പോസിറ്റീവ് കേസിലുണ്ട്, നെഗറ്റീവ് കേസിലുണ്ട്, പിന്നെ സീറോ. അപ്പൊ 3 കേസായിട്ട് സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3 കേസിലും ചെക്ക് ചെയ്യണം. ഇവിടെ അങ്ങനെ സ്പ്ലിറ്റിംഗ് പറയുന്നില്ല. ശരിയാണ്. അപ്പൊ ഇവിടുത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സിന് ഏതൊരു വാല്യൂ കൊടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? എഫ് ഓഫ് എക്സ് ഉണ്ടാവും. നമ്മൾ എക്സിന് ഏത് റിയൽ വാല്യൂ കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് വാല്യൂ വരുന്നുണ്ട്? എഫ് ഓഫ് എക്സിന് വാല്യൂ വരുന്നുണ്ട്. അപ്പൊ എല്ലാ വാല്യൂവിലും എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ഫംഗ്ഷൻ ആണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇനി നമ്മളെ ലിമിറ്റ് വെച്ചുകൊണ്ട് എങ്ങനെ എഴുതാം? നമ്മൾ പഠിച്ചു ചെയ്യുന്ന കണ്ടീഷൻ വെച്ചുകൊണ്ട് എഫ് ഓഫ് സി കണ്ടുപിടിക്കുന്നു. സി എന്ന് പറഞ്ഞാൽ എന്താ? സി ബി എനി പോയിന്റ്സ് ഓൺ ആർ എന്ന് പറയുമ്പോൾ റിയൽ നമ്പർ. അപ്പൊ റിയൽ നമ്പറിലുള്ള ഏതോ ഒരു പോയിന്റ് ആണ് സി. റിയൽ നമ്പറിലുള്ള ഏതോ ഒരു പോയിന്റ് എടുത്തു, അതിൽ നിന്നെടുത്തു സി എന്ന് എടുത്തു. അങ്ങനെ എഫ് ഓഫ് സിയുടെ വാല്യൂ എന്ത് വരും? സി ക്യൂബ് പ്ലസ് സി സ്ക്വയർ മൈനസ് 1. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കി, എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പോ എന്ത് ചെയ്യാം? എക്സ് എടുക്കുന്നിടത്തില്ല സി കൊടുത്താൽ സി ക്യൂബ് പ്ലസ് സി സ്ക്വയർ മൈനസ് 1. അപ്പൊ എന്ത് കിട്ടി? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തെന്ന് വന്നു, എഫ് ഓഫ് സി എന്ന് വന്നു. ഇത് നമുക്ക് എന്ത് പറയാം, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് അല്ലെ. സി എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഒരു ആർബിട്രറി പോയിന്റ് ആണ്. സിക്ക് ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ എൻറ്റയർ സെക്ഷനിലും ഈ ഒരു ഫംഗ്ഷൻ എന്തായിട്ട് മാറി, കണ്ടിന്യൂസ് ആയിട്ട് മാറി. അപ്പൊ ഈ മോഡൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പോ എക്സാമിന് മിക്കവാറും നമുക്ക് ചോദിക്കുന്നത് സ്പ്ലിറ്റിംഗ് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് ഫംഗ്ഷനെ 2 സെക്ഷനായിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പല പല കേസസ് പറയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കൂടുതലും ചോദിക്കാൻ ചാൻസ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യണം, തറവായിട്ട് പഠിക്കണം. നമുക്കിനി എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. എക്സാമ്പിൾ 9 അതുകൂടെ ഒന്ന് പറയാം. എക്സാമ്പിൾ 9 പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, എക്സാമ്പിൾ 9 പറഞ്ഞിരിക്കുന്നതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x, എക്സ് നോട്ട് ഈക്വൽ ടു 0. അതായത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമൈനിൽ ഏത് വാല്യൂ ഇല്ല, 0 ഇല്ല, ബാക്കി റിയൽ നമ്പേഴ്സേ ഉള്ളൂ. അപ്പോ നമ്മുടെ തന്നേക്കുന്ന ഫംഗ്ഷനിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താണ്, നോൺ സീറോ റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഏത് അവോയ്ഡ് ചെയ്തേക്കാണ്, എക്സ് ഈക്വൽ ടു 0 അവോയ്ഡ് ചെയ്തേക്കാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ലെറ്റ് സി ബി എനി റിയൽ നമ്പർ. അപ്പോ നോൺ സീറോ റിയൽ നമ്പർ എന്നൂടെ എഴുതിക്കും, നോൺ സീറോ റിയൽ നമ്പർ. ഓക്കെ, സി എന്ന് പറയുന്നത് ഏതോ ഒരു നോൺ സീറോ റിയൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സി എന്ന് പറയുന്നത് എന്ത് വരും, 1/c വരും. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി, എഫ് ഓഫ് എക്സ് എന്ത് വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി 1/x ഈക്വൽ ടു എക്സിന്റെ അടുത്ത് എന്ത് കൊടുക്കാം, സി. ഇപ്പൊ എന്ത് വരും, 1/c. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലേ. എന്തുകൊണ്ടാ, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി, എഫ് ഓഫ് സി എന്ന് കിട്ടി. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻ അല്ലാത്തൊരു കണ്ടീഷനാണ്. ഇപ്പം എക്സിന്റെ വാല്യൂ 0 എടുത്താൽ 1/0 എന്ന് വരത്തില്ലേ. 1/0 എന്ന് പറഞ്ഞാൽ എന്താണ്, നോട്ട് ഡിഫൈൻഡ് അല്ലേ. ആ ഒരു വാല്യൂ നമ്മൾ ഇവിടെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം, ഡൊമൈൻ റേഞ്ച് ഒന്ന് നല്ലോണം ശ്രദ്ധിച്ചോണം. അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. എങ്കിലേ നമുക്കിത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനോട് ഞാൻ പറഞ്ഞത്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നോക്കിയാൽ മതി, എന്റെ പാർട്ടിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ നോക്കണം. അപ്പൊ എന്ത് ചെയ്യണം, ഒരു ആർബിട്രറി പോയിന്റ് എടുക്കുക, എന്നിട്ട് ആ പോയിന്റിൽ എന്താന്ന് നോക്കുക, കണ്ടിന്യൂസ് ആണോ. അതായത് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് സി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ആണോ നോക്കുക. അപ്പൊ സി എന്ന് പറയുന്ന ആർബിട്രറി പോയിന്റ് ആകുമ്പോൾ എന്ത് ചെയ്യാം, ഏത് വാല്യൂ വേണമെങ്കിലും അതിനെ ചൂസ് ചെയ്യാം. അപ്പൊ അതെന്തായിട്ട് മാറും, കണ്ടിന്യൂസ് ആയിട്ട് മാറും. ഓക്കെ, അത് നല്ല വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ അതല്ല പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്, ഒരു പർട്ടിക്കുലർ പോയിന്റ് കേസാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ജനറലൈസ് ചെയ്യാണ്, കോമൺ ആയിട്ടൊന്ന് പറയുകയാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 10. എക്സാമ്പിൾ 10 ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ഡിസ്കസ് ദി കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ബൈ. അപ്പൊ ഒരു ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്, അതിന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. അതായത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. കണ്ടിന്യൂസ് അല്ലെങ്കിൽ ആ പോയിന്റ് കൂടെ ഒന്ന് പറഞ്ഞേക്കാം, ഏത് പോയിന്റിലാണ് ഇത് ഡിസ്കണ്ടിന്യൂസ് ആവുന്നതിനോട് ഒന്ന് പറഞ്ഞേക്കാം. അപ്പൊ നമുക്ക് ആ ഫംഗ്ഷൻ ഒന്ന് എടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഫംഗ്ഷൻ ഇതാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. എപ്പോഴാണ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സിന്റെ വാല്യൂ 1 അതിൽ കുറവാണെങ്കിൽ എക്സ് പ്ലസ് 2 എടുക്കുക, അല്ലെങ്കിൽ എക്സ് മൈനസ് 2 എപ്പോഴാ, എക്സ് മോർ ദാൻ 1. അപ്പൊ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞേക്കാം. ഈ ഫംഗ്ഷൻ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഏത് കണ്ടീഷൻ ഉണ്ട്, മോർ ദാൻ 1 ഉണ്ട്, ഈക്വൽ ടു 1 ഉണ്ട്, ലെസ് ദാൻ 1 ഉണ്ട്. ശരിയാണോ? മോർ ദാൻ 1, 1നേക്കാൾ കൂടുന്ന കേസുണ്ട്, 1ന് ഈക്വൽ ആവുന്ന കേസുണ്ട്, ലെസ് ദാൻ 1 ഉണ്ട്. അപ്പൊ നമുക്ക് 3 കേസായിട്ട് സ്പ്ലിറ്റ് ചെയ്യണ്ടേ. ഏതാ കേസ് എടുക്കണം, മോർ ദാൻ 1 എടുക്കണം, ലെസ് ദാൻ 1 എടുക്കണം, ഈക്വൽ ടു 1 എടുക്കണം. ഈ 3 സെക്ഷനും എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് കേസ് 1 എടുക്കാം. കേസ് 1, എക്സ് ലെസ് ദാൻ 1. ഓക്കെ, എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 1 വരുമ്പോൾ എങ്ങനെ, എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ, എക്സ് പ്ലസ് 2 അല്ലേ. എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 1 വരികയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ്, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്, എക്സ് പ്ലസ് 2. അങ്ങനെ എഫ് ഓഫ് സി എന്ത് വരും, സി പ്ലസ് 2 എന്ന് വരത്തില്ലേ. ഇനി ലിമിറ്റ്
എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എക്സ് പ്ലസ് ടു, വാല്യൂ കൊടുത്ത സി പ്ലസ് ടു. രണ്ടും സെയിം ആയിട്ട് വന്നില്ലേ? അപ്പോ എക്സ് ലെസ് ദാൻ 1 എന്ന് എടുക്കുമ്പോ നമ്മൾ എന്താണ് ഒരു പോയിന്റ് എടുത്തേക്കുന്നത്? സി എന്ന പോയിന്റ് എടുത്തേക്കുന്നത്. സി എന്ന് പറഞ്ഞാൽ എന്ത് പോയിന്റ് ആണ്? ആർബിട്രറി പോയിന്റ് ആണ്. മീൻസ് എക്സിനേക്കാൾ 1നേക്കാൾ ചെറുതായിട്ടുള്ള ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് എന്തിനു കൊടുക്കാം? എക്സിന് കൊടുക്കാം. അപ്പൊ ആ ഏത് വാല്യൂ കൊടുത്താലും എഫ് ഓഫ് സിയും ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സി കൊടുക്കുമ്പോ രണ്ടിടത്ത് സി പ്ലസ് ടു വന്നു. സിയുടെ അടുത്തൊരു വാല്യൂ കൊടുത്താലും ആ വാല്യൂ തന്നെ വരത്തുള്ളൂ. അപ്പം രണ്ട് കേസും എന്തായിട്ട് വരും? ഈക്വൽ ആയിട്ട് വരും. ലിമിറ്റ് എടുക്കുമ്പോഴും അതുപോലെ ഡയറക്റ്റ് വാല്യൂ കൊടുത്താലും ഒരേ ആൻസർ തന്നെ കിട്ടുന്നു. സോ നമുക്ക് എന്ത് പറയാം? എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 1 ഈ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഒരു സൈഡ് ക്ലിയർ ആയി. ഒരു കേസ് ഓക്കെ. ഇനി കേസ് 2 എടുക്കാം. കേസ് 2 എന്ന് പറയുന്നത് മോർ ദാൻ 1. എക്സിന്റെ വാല്യൂ 1നേക്കാൾ കൂടുതൽ. എക്സിന്റെ വാല്യൂ 1നേക്കാൾ കൂടുതലാണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? എക്സ് മൈനസ് 2. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സി എന്ത് വരും? ഇപ്പൊ സി എന്തായിരിക്കും? എ നമ്പർ ഗ്രേറ്റർ ദാൻ എനി നമ്പർ ഗ്രേറ്റർ ദാൻ 1. ഒന്നിനേക്കാൾ കൂടിയ ഏതൊരു നമ്പറും എന്തായിട്ട് വരാം? സി ആയിട്ട് വരാം. അങ്ങനെ ഒരു വാല്യൂ കൊടുത്താൽ എഫ് ഓഫ് സി എന്തായിരിക്കും? സി മൈനസ് 2. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് മൈനസ് 2. എക്സ് എടുക്കുന്നിടത്ത് എക്സ് മൈനസ് 2. എക്സ് എടുക്കുന്നിടത്ത് എന്ത് കൊടുക്കാം? സി കൊടുത്താൽ എന്ത് കിട്ടും? സി മൈനസ് 2. അപ്പൊ നോക്കി, ഡയറക്റ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്നതും ഡെറിവേറ്റീവ് ലിമിറ്റ് എടുക്കുമ്പോൾ കിട്ടുന്നതും ഒരേ ആൻസർ അല്ലേ? ഡയറക്റ്റ് കൊടുക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് അത് തന്നെയാണ് എന്തെടുക്കുമ്പോഴും കിട്ടുന്നത്? ലിമിറ്റ് എടുക്കുമ്പോഴും കിട്ടുന്നത്. അപ്പൊ എന്ത് പറയാം? രണ്ടാമത്തെ കേസ് എടുക്കുമ്പോഴും കണ്ടിന്യൂസ് ആയി. അപ്പോ മോർ ദാൻ 1ലും കണ്ടിന്യൂസ് ആണ്, ലെസ് ദാൻ 1ലും കണ്ടിന്യൂസ് ആണ്. ഇനി ഒരു കേസും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. ഏത് കേസ് ആയിരിക്കും? കേസ് 3. കേസ് 3 എന്തായിരിക്കും? കേസ് 3 എടുക്കുമ്പോ എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1 എടുക്കുമ്പോ ഒരു പ്രശ്നമുണ്ട്. എന്താ? നമ്മുടെ ഫംഗ്ഷനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത് 1 വെച്ചിട്ടല്ലേ? ശരിയല്ലേ? 1 വെച്ചിട്ടാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ത് ചെയ്തേക്കുന്നത്? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ചെയ്ത് നോക്കണം. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ചെയ്ത് നോക്കുമ്പോ നമുക്ക് ലിമിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എടുക്കാൻ പോവാം. എങ്ങനെ വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഏത് ലിമിറ്റ് ആണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്തിനേക്കാൾ ചെറുതാണ്? 1നേക്കാൾ ചെറുതാണ്. ഇടത്തുകൂടിയല്ലേ വരുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്തിനേക്കാൾ ചെറുതായിരിക്കണം? 1നേക്കാൾ ചെറുതായിരിക്കണം. അങ്ങനെയാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് ചെറുതല്ലേ? അപ്പൊ എഫ് ഓഫ് എക്സിന് ഏത് വാല്യൂ കൊടുക്കുക? എക്സ് പ്ലസ് 2 കൊടുക്കുക. ചെറിയ വാല്യൂ ആയതുകൊണ്ട് എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സിന് എന്ത് കൊടുക്കുക? എക്സ് പ്ലസ് 2. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്ക്. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആകുമ്പോ എക്സിന്റെ വാല്യൂ 1നേക്കാൾ കുറവാണ്. 1നേക്കാൾ കുറവാണെങ്കിൽ എന്തെടുക്കുക? എക്സ് പ്ലസ് 2. ഒന്ന് കണ്ടുപിടിച്ചോ. അപ്പൊ എങ്ങനെ കൊടുക്കാം? 1 ഇട്ട് കൊടുക്കാം. 1 പ്ലസ് 2 ഈക്വൽ ടു 3. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുത്തപ്പോൾ എനിക്ക് 3 എന്ന് കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ്, ഇപ്പൊ അത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആയി എഫ് ഓഫ് എക്സ്. എങ്ങനെ എടുക്കാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് വേണം. റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ? അപ്പൊ എക്സിന്റെ വാല്യൂ എന്തിനേക്കാൾ കൂടുതലാണ്? 1നേക്കാൾ കൂടുതലാണ്. 1നേക്കാൾ കൂടുതലാകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2. ഇതൊന്ന് ക്ലിയർ ആക്കി എടുത്താൽ മതി. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആകുമ്പോ എന്ത് ചെയ്യണം? നമ്മുടെ ലിമിറ്റ് വാല്യൂനേക്കാൾ കൂടിയ കേസ് നോക്കണം. അപ്പൊ ലിമിറ്റ് 1 അല്ലേ? 1 ആകുമ്പോൾ 1നേക്കാൾ കൂടുമ്പോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? എക്സ് മൈനസ് 2. ഇനി എങ്ങനെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്? എക്സിന്റെ അവിടെ എന്ത് കൊടുക്കുക? 1. അപ്പൊ 1 മൈനസ് 2 ഈക്വൽ ടു -1. എന്ത് മനസ്സിലായി? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് +3, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് -1. അപ്പോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ 1ല് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ എക്സിനേക്കാൾ ലെസ് ആയപ്പോ കണ്ടിന്യൂസ് ആണ്. എക്സ് 1നേക്കാൾ മോർ ആയപ്പോഴും എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പൊ 1ൽ കൂടുതലാണെങ്കിൽ കണ്ടിന്യൂസ്,
1ൽ കുറവാണെങ്കിലും കണ്ടിന്യൂസ്. പക്ഷെ അറ്റ് 1 this function is discontinuous. കണ്ടിന്യൂസ് അല്ലല്ലോ. അപ്പൊ അതിനെന്താ പറയുന്നത്? ഡിസ്കണ്ടിന്യൂസ്. അപ്പൊ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഏതാണ്? 1. അപ്പൊ 1 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇതിന്റെ ഗ്രാഫ് വരച്ച് നോക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? 2 എന്ന പോയിന്റിൽ വരുമ്പോൾ പേന ലിഫ്റ്റ് ചെയ്ത് മറ്റൊരു പൊസിഷനിലോട്ട് മാറ്റേണ്ടി വരും. അപ്പൊ ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആയിട്ട് മാറും? അപ്പോ എന്ത് അല്ലാതാവും? കണ്ടിന്യൂസ് അല്ലാതെയോ. അപ്പൊ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1ൽ കണ്ടിന്യൂസ് അല്ല. 1ൽ കുറവാണെങ്കിലും കണ്ടിന്യൂസ് ആണ്, 1ൽ കൂടുതലാണെങ്കിലും കണ്ടിന്യൂസ് ആണ്. അപ്പൊ എൻ്റയർ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 1 എന്ന് പറയുന്ന നമ്പറിൽ x = 1 വരുന്ന കേസിൽ this function is discontinuous. All other point the function is continuous. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ ഏത് പോർഷൻ കഴിഞ്ഞു? കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട് നമുക്ക് കഴിഞ്ഞു. ഇതേ മോഡൽ കുറച്ച് ക്വസ്റ്റ്യനോട് നമുക്ക് ചെയ്ത് നോക്കണം, അത്രേ ഉള്ളൂ. ഇത് മനസ്സിലാവുകയാണെങ്കിൽ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. എക്സാമ്പിൾ 11 ഞാൻ പറയുന്നില്ല, 10ന്റെ അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ദെൻ നമുക്ക് 12th ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 12th ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് നോക്കി. ഡിസ്കസ് ദി കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ f of x equal to x plus 2 when x less than 0 minus x plus 2 when x more than 0. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ലിമിറ്റ് കൊടുത്തേക്കുന്നതിൽ ഒരു ഇഷ്യൂ ഉണ്ട്. എങ്ങനെ ലിമിറ്റ് കൊടുത്തേക്കുന്നത്? ലെസ് ദാൻ 0 മോർ ദാൻ 0 ഈക്വൽ ടു 0 കണ്ടീഷൻ ഇല്ല. ഓക്കെ, അത് ക്ലിയർ ആയിരിക്കണം. ഇവിടെ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ ഇല്ല. അപ്പൊ നമ്മുടെ ഡൊമൈനിൽ x ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഡൊമൈനിൽ ഏത് നമ്പർ ഇല്ല? 0 എന്ന് പറയുന്ന നമ്പർ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട? 0ൽ ചെക്ക് ചെയ്യണ്ട. അപ്പൊ ഇവിടെ എങ്ങനെ ചെക്ക് ചെയ്താൽ മതി? മോർ ദാൻ 0 ചെക്ക് ചെയ്യണം, ലെസ് ദാൻ 0 ചെക്ക് ചെയ്യണം, ഈക്വൽ ടു 0 ചെക്ക് ചെയ്യണ്ട. കാര്യം അതിൽ ഫംഗ്ഷൻ എന്ത് ചെയ്തിട്ടില്ല? ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് എത്ര കേസ് മതി? 2 കേസ് മതി. ആദ്യത്തെ കേസ് എന്താ? കേസ് 1 ഇങ്ങോട്ട് മാറ്റി എഴുതാം. കേസ് 1 എന്താണ്? കേസ് 1 വരിക x ലെസ് ദാൻ 0. x ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ x എന്തായിരിക്കും? നെഗറ്റീവ്. x ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ x നെഗറ്റീവ്. അപ്പൊ f of x എന്തായിരിക്കും? x plus 2. ഓക്കെ ആണല്ലോ. f of x എന്ന് പറയുന്നത് എന്താണ്? x plus 2 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് c be any point അല്ലെങ്കിൽ any number. ഓക്കെ, ഒരു നെഗറ്റീവ് നമ്പർ, ഏതോ ഒരു നെഗറ്റീവ് നമ്പർ ആണ്. അത് ഞാൻ എന്തെന്ന് എടുക്കുന്നു? c എന്ന് എടുക്കുന്നു. അങ്ങനെ f of c എന്തായിരിക്കും? c plus 2. f of c എന്ന് പറയുന്നത് എന്താണ്? c plus 2. ഇനി ലിമിറ്റ് x tends to c, f of x എന്തായിരിക്കും? ലിമിറ്റ് x tends to c, f of x ന്റെ വാല്യൂ എന്താ? x plus 2. ഇനി വാല്യൂ കൊടുക്കണ്ടേ? x ന്റെ അടുത്ത് ഏത് കൊടുക്കുക? c. അപ്പൊ എന്ത് കിട്ടും? c plus. എന്ന് മനസ്സിലായി? f of c യും ലിമിറ്റ് എടുത്തപ്പോഴും ഈക്വൽ ആയിട്ട് കിട്ടി. Therefore f of x is continuous. എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുന്നത്? x ന്റെ വാല്യൂ നെഗറ്റീവ് ആവും. അപ്പോൾ ഒരു റീജിയൻ ക്ലിയർ ആയി. കേസ് 1 ക്ലിയർ ആയി. ഇനി നമുക്ക് എങ്ങോട്ട് പോവാം? കേസ് 2 പോവാം. കേസ് 2 എങ്ങനെ എടുക്കാം? x ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 മീൻസ് പോസിറ്റീവ്. x എന്ന് പറയുന്നത് എന്തായിട്ട് എടുത്തു? പോസിറ്റീവ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ f of x എന്ത് വരും? x ന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ f of x എന്ത് വരും? പോസിറ്റീവ് ആണെങ്കിൽ f of x ന്റെ വാല്യൂ മൈനസ് x പ്ലസ് 2. ശരിയല്ലേ? ഇനി എന്ത് ചെയ്യണം? ഒരു നമ്പർ എടുക്കാം. ലെറ്റ് c be any number. c എന്ന് പറയുന്നത് ഏതോ ഒരു പോസിറ്റീവ് നമ്പർ. ഓക്കെ, എല്ലാ പോസിറ്റീവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് c എടുക്കും. അപ്പൊ f of c എന്ത് വരും? മൈനസ് c പ്ലസ് 2. f of c യുടെ വാല്യൂ എന്ത് വരും? മൈനസ് c പ്ലസ് 2 എന്ന് വരും. ഇനി ലിമിറ്റ് x tends to c, f of x എന്ത് വരും? ലിമിറ്റ് x tends to c, f of x ന്റെ അവിടെ മൈനസ് x പ്ലസ് 2. വാല്യൂ ഇട്ട് കൊടുത്താലോ? മൈനസ് c പ്ലസ് 2. അപ്പോ f of c യും ലിമിറ്റ് എടുത്തപ്പോഴും സെയിം ആയിട്ട് കിട്ടിയില്ലേ? Therefore f of x is continuous. അപ്പോ ഇവിടെ 2 കേസ് ചെക്ക് ചെയ്താൽ മതി. ലെസ് ദാൻ 0 വേണം, മോർ ദാൻ 0 വേണം. രണ്ട് സൈഡിലും ഇത് എന്തായിട്ട് മാറി? കണ്ടിന്യൂസ് ആയിട്ട് മാറി. സോ ദ ഫംഗ്ഷൻ f of x is continuous. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ ഒരു കേസ് നമുക്ക് ചെയ്യണ്ട.
എക്സ് ഈക്വൽ ടു 0 ചെയ്യേണ്ട കാര്യം ആ ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ആ വാല്യൂല് എഫ് ഓഫ് എക്സ് എന്ത് ചെയ്തിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല. രണ്ട് വാല്യൂവിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 13 പറയാം. എക്സാമ്പിൾ 13 പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഡിസ്കസ് ദി കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ. ഡിസ്കസ് ദി കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എപ്പോഴാണ് എക്സ് ലെസ് ദാൻ 0, എക്സ് സ്ക്വയർ എപ്പോഴാണ് എക്സ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ. ഞാൻ പറഞ്ഞ കണ്ടീഷൻ തെറ്റിപ്പോയി. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എപ്പോഴാണ് എക്സ് മോർ ദാൻ ഓർ ഈക്വൽ ടു 0. എക്സ് പോസിറ്റീവോ 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിലോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് സ്ക്വയർ. ഓക്കെ, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യാം. ഈസി ആയിട്ട് ചെയ്യാം. എത്ര കേസസ് എടുക്കേണ്ടി വരും? 3 കേസ് എടുക്കേണ്ടി വരും. ഏതൊക്കെയായിരിക്കും 3 കേസ്? എക്സ് ലെസ് ദാൻ 0 വേണം, എക്സ് ഈക്വൽ ടു 0 വേണം, എക്സ് മോർ ദാൻ 0 വേണം. ഓക്കെ, എക്സ് ലെസ് ദാൻ 0, എക്സ് ഈക്വൽ ടു 0, എക്സ് മോർ ദാൻ 0. ഇപ്പൊ ഓരോ കേസസ് ആയിട്ട് നോക്കാം. കേസ് 1 എന്തെടുക്കാം? എക്സ് ലെസ് ദാൻ 0. ദെൻ അടുത്ത് നമുക്ക് എന്ത് നോക്കാം? കേസ് 2 എന്തെടുക്കാം? എക്സ് ഈക്വൽ ടു 0. ദെൻ കേസ് 3 എങ്ങനെ എടുക്കാം? എക്സ് മോർ ദാൻ 0. ഈ 3 കേസും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. അപ്പൊ എങ്ങനെ ചെയ്യാം? എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ എന്ത് വരും? എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും വരിക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ശരിയല്ലേ? എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ. ഇനി ഏത് പോയിന്റ് എടുക്കാം? ലെറ്റ് സി ബി എനി പോയിന്റ്. ഏതോ ഒരു പോയിന്റ് എടുത്തു സി. എന്ത് വേണം? എഫ് ഓഫ് സി കണ്ടുപിടിക്കുക. എന്ത് വരും? സി സ്ക്വയർ. ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി, എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നു. എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? എക്സ് സ്ക്വയർ. ഇനി സി ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? സി സ്ക്വയർ. അപ്പൊ ഇത് രണ്ടും സെയിം വാല്യൂ അല്ലേ വന്നേക്കുന്നത്? സി സ്ക്വയർ സി സ്ക്വയർ, therefore കണ്ടിന്യൂസ് അല്ലെ? അപ്പോൾ നെഗറ്റീവ് വാല്യൂല് കണ്ടിന്യൂസ് ആയി. ഇനി ഈക്വൽ ടു 0യുടെ കേസ് നോക്കാം. ഈക്വൽ ടു 0 വരുമ്പോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എടുക്കണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റും എടുക്കണം. എന്തുകൊണ്ടാ? 0 ബേസ് ചെയ്ത് ഈ ഫംഗ്ഷൻ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കല്ലേ. അപ്പൊ എങ്ങനെ വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 0യേക്കാൾ കുറഞ്ഞ വാല്യൂ എന്ന് വെച്ചാൽ നെഗറ്റീവ് വാല്യൂ. എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോൾ കണ്ടീഷൻ എന്താ? എഫ് ഓഫ് എക്സ് ഈസ് എക്സ് സ്ക്വയർ. അപ്പൊ ഇതെങ്ങനെ എടുക്കാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സിന്റെ അവിടെ എക്സ് സ്ക്വയർ. ഇനി എക്സിന് 0 എടുത്താൽ 0 സ്ക്വയർ ഈക്വൽ ടു 0. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ കണ്ടീഷൻ എന്താ? എക്സിന്റെ വാല്യൂ എന്തിനേക്കാൾ ഹൈ ആയിരിക്കണം? 0യേക്കാൾ ഹൈ ആയിരിക്കണം. അപ്പൊ എങ്ങനെ വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സിന്റെ അവിടെ എക്സ്. കാര്യം 0യേക്കാൾ ഹൈ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ്. ഇനി ലിമിറ്റ് 0 എടുത്താൽ 0. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 0, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 0 മീൻസ് ലിമിറ്റ് എന്ത് ചെയ്തു? കോയിൻസൈഡ് ചെയ്തു. അപ്പൊ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇനി എഫ് ഓഫ് 0 എന്ത് വരും? എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. എപ്പോഴാ? എക്സ് ഈക്വൽ ടു 0. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് ആണ്. എപ്പോഴാ? എക്സ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 0 എന്ത് വരും? 0. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് ചെയ്തു? കോയിൻസൈഡ് ചെയ്തു. എന്ത് കിട്ടി? 0. എഫ് ഓഫ് 0 എടുത്തപ്പോഴും എന്ത് തന്നെ വന്നു? 0. എല്ലാ വാല്യൂ ഈക്വൽ അല്ലേ? അപ്പൊ ഈ കേസിലും ഇത് എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഇനി മൂന്നാമത്തെ കേസിലോട്ട് പോകാം. മൂന്നാമത്തെ കേസിൽ എന്താ? എക്സ് മോർ ദാൻ 0. എക്സ് മോർ ദാൻ 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി, എക്സ് ഈക്വൽ ടു സി എന്ന് വരും. അപ്പൊ ഇവിടെ സി എന്താ? ഇനി ആർബിട്രറി പോയിന്റ് ഏതെങ്കിലും ഒരു പോയിന്റ് എന്തായിരിക്കണം? മോർ ദാൻ 0 ആയിട്ടുള്ള ഏതോ ഒരു പോയിന്റ് ആണ് സി. അതിട്ട് കൊടുത്തപ്പോ ലിമിറ്റ് കണ്ടുപിടിച്ചപ്പോ നമുക്ക് സി എന്ന് കിട്ടി. ഇനി എഫ് ഓഫ് സി എന്ത് വരും? സി എന്ന് വരത്തില്ലേ? അപ്പൊ ലിമിറ്റും എഫ് ഓഫ് സി ഡയറക്റ്റും കൊടുക്കുന്നത് ഈക്വൽ ആയി. അപ്പൊ ഇതും എന്തായിട്ട് മാറും? കണ്ടിന്യൂസ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? ലെസ് വാല്യൂല് കണ്ടിന്യൂസ് ആണ്,
ഈക്വൽ ടു സീറോയിൽ കണ്ടിന്യൂസ് ആണ്, മോർ വാല്യൂലും കണ്ടിന്യൂസ് ആണ്. അപ്പൊ എല്ലാ വാല്യൂലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് മാറില്ലേ? സോ ദ ഫംഗ്ഷൻ f of x ഈക്വൽ ടു x സ്ക്വയർ, x മോർ ദാൻ ഓർ ഈക്വൽ ടു 0, x മോർ ദാൻ ഓർ ഈക്വൽ ടു 0, x സ്ക്വയർ x ലെസ് ദാൻ 0 ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇതിന്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടിന്റെയും ഗ്രാഫ് അറിയാം. ഗ്രാഫ് വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയാണ്. പോസിറ്റീവ് വാല്യൂസിൽ സ്ട്രേറ്റ് ലൈൻ വരും, നെഗറ്റീവ് വാല്യൂല് ഇങ്ങനെ കർവായിട്ട് വരും. ഇത് എന്തിന്റെ ഗ്രാഫാണ്? എക്സ് സ്ക്വയർ. ഇത് എന്തിന്റെ ഗ്രാഫാണ്? എക്സ്. ഈ ഗ്രാഫ് നമ്മൾ ഇവിടെ നിന്ന് വരച്ചു തുടങ്ങി. പേന ലിഫ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സ്റ്റാർട്ട് ചെയ്ത് എന്ത് വരുന്നവരെ പേന കണ്ടിന്യൂസ് ആയിട്ടാണ് പോയിരിക്കുന്നത്. സോ ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പൊ ഗ്രാഫ് വരയ്ക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ പറയാം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം ചെയ്ത് നോക്കണം. ഇത് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഈ കേസ് 1, കേസ് 2, കേസ് 3 എന്നൊക്കെ പല കേസസ് എടുക്കുന്നത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇന്നത്തെ ക്ലാസ്സിൽ? കണ്ടിന്യൂസ് ഒരു ഫംഗ്ഷൻ എൻറ്റയർ സെക്ഷനിൽ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് പഠിച്ചു. പല പല കേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആർബിട്രറി പോയിന്റ് എടുക്കുമ്പോൾ അങ്ങനെയും പിന്നെ പർട്ടിക്കുലർ പോയിന്റ് എടുക്കേണ്ട കേസിൽ അങ്ങനെയും ഓരോ കേസ് ബൈ കേസ് ആയിട്ട് ചെക്ക് ചെയ്ത് ടോട്ടൽ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്നുള്ളത് കണ്ടുപിടിച്ചു. ഇനി ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ് നമ്മൾ എന്ത് വിളിച്ചു? പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ഒരു സെക്ഷൻ കൂടെ നോക്കാനുണ്ട്. കണ്ടിന്യൂറ്റിയിൽ ഒരു സെക്ഷൻ കൂടെ ഉണ്ട്, ആൾജിബ്ര. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലം കൂടെ നോക്കണം. പിന്നെ ഇപ്പൊ പഠിച്ച പ്രോബ്ലംസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? കുറെ ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഏതിലാണ്? കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സെക്ഷനിൽ കിട്ടും. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.